Good morning. Good morning, ma'am. Okay, good morning. Okay, Anjana. Hey, Sarah. Good morning. തുടങ്ങാം നമുക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ മനിത, ഗുഡ് മോർണിംഗ്. തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അതായത് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ കേട്ടോ. അപ്പൊ അത് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ നിയമവ്യവസ്ഥകളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമ്മളെ ഒരു 11 സെക്ഷൻ 11 തുടങ്ങി സെക്ഷൻ 20 വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത് വായിച്ചു നോക്കിയോ നിങ്ങൾ എല്ലാവരും? ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾ ആ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് പഠിക്കുമ്പോൾ ഓരോ സെക്ഷനും എന്തുമായി ബന്ധപ്പെട്ടതാണ് അതാണ് പഠിക്കേണ്ടത് കേട്ടോ. അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന അത് മറ്റുള്ളത് ജസ്റ്റ് എക്സ്പ്ലനേഷൻസ് മാത്രമാണ് കേട്ടോ. അപ്പൊ സെക്ഷൻ 11 എന്ന് പറഞ്ഞാൽ ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 12 എന്തായിരുന്നു? ഈ പറയുന്ന ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ് അല്ലെ. സെക്ഷൻ 13 എന്തായിരുന്നു? വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. സെക്ഷൻ 14 എന്തായിരുന്നു? ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്. സെക്ഷൻ 15 ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. സെക്ഷൻ 16 ഓവർ ക്രൗഡിംഗ് ആണ്. സെക്ഷൻ 17 എന്താണ്? ലൈറ്റിംഗ് ആണ് കേട്ടോ. ലൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 18 എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ, ഓക്കെ, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 19 എന്തായിരുന്നു? ലാട്രിൻസ് ആൻഡ് യൂറിനൽസ്. ഓക്കെ, ദെൻ സെക്ഷൻ 20 നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സ്പിറ്റൂൺസ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് ഓരോന്നും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഏത് ആക്ടിന്റെയാണ്? 1948 ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ്. അതായത് ഒരു വർക്ക് പ്ലേസിന് ഈ പറയുന്ന എംപ്ലോയിയുടെ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, എംപ്ലോയി എത്രത്തോളം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഹെൽത്തിന്റെ പ്രാധാന്യം എന്താണ്, പ്രത്യേകിച്ച് ഒരു വർക്ക് പ്ലേസിൽ, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഇൻഡസ്ട്രിയൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലെ. ഇൻഡസ്ട്രിയൽ ഹെൽത്ത് അഥവാ ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ എംപ്ലോയീസിന്റെ ഹെൽത്ത് തന്നെയാണ് അല്ലെ. അവിടുത്തെ എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ് ആ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ എംപ്ലോയി ഹെൽത്തിന് ഒരു വർക്ക് പ്ലേസിൽ എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, നോക്കുക കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഈസ് ആസ് ഫോളോസ്. ഇൻ ആൻ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് സച്ച് ആസ് ഡിക്രീസ്ഡ് ഔട്ട്പുട്ട്, എക്സസീവ് ഹസാർഡസ് ആക്ഷൻസ് ആൻഡ് എക്സ്ട്രാ ലീവ്സ് ഇൻക്രീസ് when the employees are down with sickness. ശരിയല്ലേ? അതായത് എംപ്ലോയീസ് അസുഖബാധിതരായി കഴിഞ്ഞാൽ, അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവരുടെ എഫിഷ്യൻസി കുറയും അല്ലെ. അവർക്ക് ഇപ്പോഴും അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി അവിടെ കുറയും. അപ്പൊ എഫിഷ്യൻസി കുറയുമ്പോൾ അവർക്ക് നല്ലൊരു ഇൻപുട്ട് ഒരിക്കലും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നല്ല ഇൻപുട്ട് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ തന്നെ ഔട്ട്പുട്ട് ഡിക്രീസ് ആവും അല്ലെ. ആ ഒരു ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ട് എന്ത് സംഭവിക്കും? അത് ഡിക്രീസ് ആവും. അതുപോലെ തന്നെ എന്താണ്? എക്സസീവ് ഹസാർഡസ് ആക്ഷൻസ് അല്ലെ. അതായത് ഹെൽത്തി അല്ലാത്ത ഒരു എംപ്ലോയി എന്ന് പറയുമ്പോൾ അവർ മിക്കപ്പോഴും ഫാറ്റിക് ആയിരിക്കും, ക്ഷീണിതരായിരിക്കും. അവർ ചെയ്യുന്ന ജോലികളിൽ ഒരുപക്ഷെ അവർക്ക് ശരിയായൊരു കോൺസെൻട്രേഷനോട് കൂടി ചിലപ്പോൾ അവർക്ക് ജോലിയൊന്നും വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കാതെ വരും അല്ലെ.
അപ്പോഴോ പലതരത്തിലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അല്ലെ, അപകട സാധ്യത അവിടെ കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ വളരെ ഹസാർഡസ് ആയിട്ടുള്ള പല ആക്ഷൻസുകൾ ഉണ്ടാവാം. ആൻഡ് എക്സ്ട്രാ ലീവ്സ്, ആബ്സെന്റീസം വർദ്ധിക്കും അല്ലെ, ലീവുകൾ വർദ്ധിക്കും. എന്താണ്, എനിക്കിപ്പോൾ അസുഖമാണെങ്കിൽ ജോലിക്ക് വരാനായിട്ട് സാധിക്കില്ല അല്ലെ, അപ്പൊ എന്തുണ്ടാവും, ആബ്സെന്റീസം കൂടും അല്ലെ, ലീവുകളുടെ എണ്ണം വർദ്ധിക്കും. അതേസമയം whereas the employee who is free from illness brings out completely different outcomes, such as punctuality at occupation, yields more output, greater security awareness, etc. അതേസമയം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്കംസ് ആയിരിക്കും അത് ഒരു സ്ഥാപനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. എന്തൊക്കെയാണ്? പങ്ക്ച്വാലിറ്റി അറ്റ് ഓക്യുപ്പേഷൻ, അവര് ജോലി സ്ഥലത്ത് കുറേയും കൂടെ പങ്ക്ച്വൽ ആയിരിക്കും അല്ലെ, കൃത്യനിഷ്ഠുള്ളവരായിരിക്കും. ദേ ഈൽഡ് മോർ ഔട്ട്പുട്ട്, കുറേയും കൂടെ നല്ല ഔട്ട്പുട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ, കാര്യം അവര് വളരെ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറേയും കൂടെ നല്ലൊരു ഔട്ട്പുട്ട് അവർക്ക് ഈൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്രേറ്റർ സെക്യൂരിറ്റി അവയർനെസ് അല്ലെ, സുരക്ഷാ അവബോധം വർദ്ധിക്കും അല്ലെ, കാര്യം ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവരവരുടെ ഹെൽത്തിനെ പറ്റി എപ്പോഴും എന്തായിരിക്കും, കോൺഷ്യസ് ആയിരിക്കും അല്ലെ, അപ്പൊ അവരും വളരെയധികം സെക്യൂരിറ്റി അവെയർ ആയിരിക്കും അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള ഔട്ട്കംസുകളാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് എ ഹെൽത്തി എംപ്ലോയി ആൾസോ റിമെയിൻസ് ഹാപ്പി ആൻഡ് സെൽഫ് കോൺഫിഡന്റ്, വിച്ച് ഈസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഫോർ ദ ഓർഗനൈസേഷൻ. അപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്ന് പറയുന്നത് അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും, അവർ വളരെയധികം സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും. അത് ഓർഗനൈസേഷന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്രത്തോളം എംപ്ലോയിയുടെ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ പറയുന്നില്ലേ, നമ്മുടെ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാല് എല്ലാം പോയതിന് തുല്യാണ് അല്ലെ, നമ്മൾ എപ്പോഴും ആരോഗ്യവാന്മാരായിട്ടിരിക്കണം അല്ലെ, മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നമുക്ക് ജോലി ചെയ്യാനും ഒക്കെ സാധിക്കണേ. ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ കാര്യം എന്താണ്? ഓർഗനൈസേഷണൽ എക്സ്പെൻസസ് will decrease and the workplace injuries will be averted when there is robust industrial well-being. The organization can also avoid the compensation to be paid in case of workplace accidents. അതുകൂടാതെ നല്ലൊരു വ്യാവസായിക ക്ഷേമം ഉറപ്പുവരുത്തുന്നതിലൂടെ, റോബസ്റ്റ് മീൻസ് ശക്തമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എങ്ങനെയാ നല്ലൊരു ഇൻഡസ്ട്രിയൽ വെൽബീയിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? എങ്ങനെയാണ്? എത്രത്തോളം എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കോ അത്രത്തോളം ആ ഒരു ഇൻഡസ്ട്രി എന്തായിരിക്കും, നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലെ. എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെ. ഇൻഡസ്ട്രിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ ഹെൽത്ത് തന്നെയാണ്. അപ്പൊ ഒരു നല്ലൊരു എംപ്ലോയി വെൽബീയിങ്ങിലൂടെ, മീൻസ് ഇൻഡസ്ട്രിയൽ വെൽബീയിങ്ങിലൂടെ നമുക്ക് ആ ഒരു സ്ഥാപന ചെലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഈ അപകടങ്ങൾ അല്ലെ, ഈ പറയുന്ന അപകടങ്ങളൊക്കെ നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട്, ഇഞ്ചുറീസ് അല്ലെ, ഇഞ്ചുറീസുകളൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് അവിടെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ can also avoid the compensation to be paid in case of workplace accidents. അതായത് ജോലി സ്ഥലത്തുണ്ടാവുന്ന അപകടങ്ങൾ മൂലം ഈ പറയുന്ന നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യങ്ങളെ അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം സേഫ് ആയിട്ടുള്ള സ്ഥലമാകുമ്പോൾ അവിടെ അപകടങ്ങൾക്ക് ഒരു സാധ്യത കുറവാണ്. അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ സ്ഥാപനത്തിന് ഈ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രത്തോളം എംപ്ലോയീസ് ഹെൽത്തി ആണോ അത്രത്തോളം അവിടെ എന്താണ്, അപകടങ്ങൾ കുറയും അല്ലെ. ഈ പറയുന്ന പോലെ മറ്റുള്ള പ്രവർത്തന ചെലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? An image of the organization as being socially responsible is created due to sound industrial health. അപ്പോ ഒരു നല്ല ഇൻഡസ്ട്രിയൽ ഹെൽത്തിലൂടെ ആ ഒരു ഓർഗനൈസേഷൻ കുറെ കൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്നുള്ളൊരു ഇമേജിലോട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഏതൊരു ഓർഗനൈസേഷന്റെയും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവിടെയുള്ള എംപ്ലോയീസിന്റെ ഹെൽത്ത്, അവർക്ക് അവരുടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന് ഏറ്റവും നല്ലൊരു ഹെൽത്ത്, അവരുടെ സേഫ്റ്റി അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഓർഗനൈസേഷന്റെയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഒരു നല്ല ഇൻഡസ്ട്രിയൽ ഹെൽത്ത്, നല്ലൊരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന്റെ ഹെൽത്തും എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ
ആ ഒരു ഓർഗനൈസേഷൻ സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്നുള്ള ആ ഒരു പ്രതിച്ഛായയിലോട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നാലാമത്തെ എന്താണ്, ഇറ്റ് പ്രിസർവ്സ് ആൻഡ് എൻഷുവേഴ്സ് എൻഹാൻസ്മെന്റ് ഓഫ് ബ്രാൻഡ് വാല്യൂ ആൻഡ് ഇമേജ്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ബ്രാൻഡ് വാല്യൂ, അവരുടെ ഇമേജ്, ഇതൊക്കെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അത് വർദ്ധിപ്പിക്കാനും സാധിക്കും അല്ലെ. നല്ലൊരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനത്തിന്റെ ബ്രാൻഡ് വാല്യൂ, അവരുടെ ഇമേജ്, അത് കുറെ കൂടെ നമുക്ക് സംരക്ഷിക്കാനും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്, ഇറ്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് ആൻഡ് ബൂസ്റ്റ് ദർ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ. അതുപോലെ അത് എംപ്ലോയീസിനെ കുറെ കൂടെ മോട്ടിവേറ്റ് ചെയ്യും അല്ലെ. ഒരു വളരെ നല്ലൊരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനം അവിടുത്തെ എംപ്ലോയീസിനെ എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും അല്ലെ, അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും ആൻഡ് ബൂസ്റ്റ് ദർ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ഈ പറയുന്ന പോലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നോ അത്രത്തോളം എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് കൂടുതലായിരിക്കും. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എംപ്ലോയീസിന് ഓർഗനൈസേഷനുമായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് കുറെ കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതൊരു സ്ഥാപനം അതിന്റെ എംപ്ലോയീസിനെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യുന്നോ, എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നോ, അതിനനുസരിച്ച് എംപ്ലോയീസ് തിരിച്ച് ആ ഒരു ഓർഗനൈസേഷനോട് കമ്മിറ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിലൂടെ ആ ഒരു എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ദ വർക്ക് ഫോഴ്സ് ഈസ് ഇൻസ്പയർഡ് ടു റിമെയിൻ ഫിറ്റ് ഫിസിക്കലി ആൻഡ് മെന്റലി. ഇനി ഒരു സ്ഥാപനത്തിന്റെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പൊ അവരെപ്പോഴും ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് അത് ജീവനക്കാരെ എപ്പോഴും എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും അല്ലെ. ഏറ്റവും നല്ല രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് അത് ജീവനക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രചോദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു എംപ്ലോയി ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്, ഏറ്റവും ഈ പറയുന്ന അസുഖബാധിതരായിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അത് നമ്മുടെ ഔട്ട്പുട്ടിനെ കുറയ്ക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഔട്ട്പുട്ട് കുറയ്ക്കുക മാത്രമല്ല, അപകടകരമായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്, ആബ്സെന്റീസം കൂടും, അങ്ങനെയുള്ള ഇഷ്യൂസ് വരും. അതേസമയം ഒരു ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ അവർ കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഒരു ഹെൽത്തി എംപ്ലോയി എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും, സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും. അത് ഓർഗനൈസേഷന് ഏറ്റവും നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ നല്ലൊരു ഇൻഡസ്ട്രിയൽ വെൽബീയിങ്ങിലൂടെ നമുക്ക് പ്രവർത്തന ചെലവുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ജോലി സ്ഥലത്തുള്ള അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരവും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു നല്ല ഇൻഡസ്ട്രിയൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ആ ഒരു സ്ഥാപനത്തിന് കുറെ കൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്നൊരു സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ നല്ലൊരു ഇമേജ് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ബ്രാൻഡ് വാല്യൂ, അതിന്റെ ഇമേജ് സംരക്ഷിക്കാനും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. അത് എംപ്ലോയീസിനെ കുറെ കൂടെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള എംപ്ലോയീസിന്റെ കമ്മിറ്റ്മെന്റിനെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് എപ്പോഴും അത് എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണ് ഇത്രയും പോയിന്റുകള്. ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എംപ്ലോയി ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ നമ്മള് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എംപ്ലോയി ഹെൽത്ത് അഥവാ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെൽത്തുകൾ ഏതൊക്കെയായിരുന്നു? ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ സോഷ്യൽ ഹെൽത്ത്,
പിന്നെ നമ്മൾ കണ്ടത് ഒരു എംപ്ലോയി മീൻസ് ഒരു എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഒരിക്കലും മറക്കരുത്. 1948 ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ആ ആക്ട് അനുസരിച്ചിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസുകൾ നമ്മൾ കണ്ടു. ദെൻ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എംപ്ലോയി സേഫ്റ്റി ആണ് കേട്ടോ. എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എംപ്ലോയി ഹെൽത്ത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എംപ്ലോയി സേഫ്റ്റി ഓർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി can be referred to the practices that are put into effect so that the threat of damage, injury and hazard to property, person or any place or section including the producing, manufacturing or processing of merchandise is minimized. Okay, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതൊരു ഡെഫിനീഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രാക്ടീസസ് ആൻഡ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് അല്ലെ, വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെയാണ് നമ്മൾ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇറ്റ് ഈസ് ദ മെഷേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് അല്ലെ. ഈ പറയുന്ന വർക്കേഴ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ മെഷേഴ്സ് ആൻഡ് പ്രാക്ടീസസ്, നടപടികള്, പ്രവർത്തനങ്ങള്, അതിനെയാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവിടെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് എംപ്ലോയി സേഫ്റ്റിന്റെ നമുക്ക് എന്തും പറയാം, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയും. എംപ്ലോയി സേഫ്റ്റി എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി തന്നെയാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും വസ്തുവകകളായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു എന്താ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാം, പ്രോസസ് ചെയ്യാം, ഓക്കെ, എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വർക്ക് പ്ലേസിനോ വിഭാഗത്തിനോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങള്, പരിക്കുകള് അല്ലെ, ഇത്തരത്തിലുള്ള എന്താ പറയുക ഡാമേജുകള്, അവയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു എന്താ പറയാ പ്രാക്ടീസസ്, മെത്തേഡുകൾ അല്ലെ, നടപടികളെയാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും വസ്തുവകകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മളിപ്പോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ മാനുഫാക്ചർ ചെയ്യുന്നതോ പ്രോസസ് ചെയ്യുന്നതോ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വർക്ക് പ്ലേസിനോ വിഭാഗത്തിനോ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങള്, ഡാമേജുകള്, ഇതിനെയെല്ലാം തന്നെ തടയുന്നതിനായിട്ടുള്ള എന്താണ് നടപടികളെയാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, തടയാൻ മീൻസ് പരമാവധി കുറയ്ക്കുക, മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന നടപടികളെയാണ് എംപ്ലോയി സേഫ്റ്റി അഥവാ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, one basic problem that the organization faces is ensuring the safety of its workers, especially those who operate in dangerous conditions. The employees have a non-transferable responsibility to create a work environment for their employees. അപ്പോ ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അവര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ഈ പറയുന്ന ഡേഞ്ചറസ് സാഹചര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് അല്ലെ. ഏതൊരു സ്ഥാപനവും നമ്മൾ പറഞ്ഞു, ഏതൊരു ഓർഗനൈസേഷന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവിടെയുള്ള ജീവനക്കാർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഏതൊരു സ്ഥാപനത്തിന്റെയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അവർ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താണ്? ഈ പറയുന്ന ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ഡേഞ്ചറസ് കണ്ടീഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താന്നുള്ളതാണ്. അതിന് ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? എംപ്ലോയേഴ്സിനാണ്, തൊഴിലുടമകൾക്കാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സ് ഈ പറയുന്ന ജീവനക്കാർക്ക് ഏറ്റവും നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? എംപ്ലോയേഴ്സിനാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇഫ് ദേ ഡു നോട്ട് റിമെയിൻ വിജിലന്റ് ഓൺ ദി സേഫ്റ്റി ആസ്പെക്ട്, they might encounter an increased number of mishaps and as a result might have to incur greater compensation cost.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഇപ്പൊ മാനേജ്മെന്റ് ഒട്ടും വിജിലന്റ് അല്ല എന്ന് വിചാരിക്കുക. അവർ ഇങ്ങനെയുള്ള ഒരു എംപ്ലോയി സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർ കൂടുതൽ വിജിലന്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും? അപകടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ദർ ഷുഡ് ബി എൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മിസ്ഹാപ്സ്. മിസ്ഹാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടങ്ങളാണ് കേട്ടോ. അപ്പൊ അപകടങ്ങളുടെ എണ്ണം കൂടും. അപകടങ്ങളുടെ എണ്ണം കൂടുമ്പോ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാര ചെലവുകളും അവിടെ വർദ്ധിക്കും അല്ലെ. എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷന് റെസ്പോൺസിബിലിറ്റി ആണ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ളത്. അപ്പൊ ആ ഒരു കോമ്പൻസേഷൻ കോസ്റ്റുകളും അവിടെ വർദ്ധിക്കും. Mishaps taking place at the workplace will cause reduced morale, productivity, motivation and performance of the employees. അതെന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി ഇത്തരത്തിലുള്ള അപ്പൊ നമ്മൾ പറഞ്ഞു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കോമ്പൻസേഷൻ കോസ്റ്റ് കൂടുന്നു പറഞ്ഞു. അത് മാത്രമല്ല ഇഫക്റ്റ് ഉണ്ടാവുന്നത്, ഇത്തരം അപകടങ്ങൾ എന്ന് പറയുന്നത് അത് എംപ്ലോയീസിന്റെ മനോവീര്യം കുറയ്ക്കും, അവരുടെ കോൺഫിഡൻസിനെ അത് നഷ്ടപ്പെടുത്തും, അവരുടെ പ്രൊഡക്ടിവിറ്റിനെ കുറയ്ക്കും, മോട്ടിവേഷൻ ആൻഡ് ഈവൻ അവരുടെ പെർഫോമൻസിനെ വരെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അവരുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എന്തിനെ ബാധിക്കും? ഇൻഡസ്ട്രീനെ ബാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ ബാധിക്കും. മോർ ഓവർ ഇൻഡസ്ട്രിയൽ മിസ്ഹാപ്സ് ഡൈവേർട്ട് the focus of the organization from production to non-fruitful actions like mishap, linked litigations and diversion of reserves in order to meet the compensation cost. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷൻ പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ മൂലം ഉണ്ടാവുന്ന നഷ്ടപരിഹാരം അതിലേക്ക് കൂടുതൽ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഓർഗനൈസേഷൻ ഒരിക്കലും പ്രൊഡക്ഷനിൽ ഒരിക്കലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എപ്പോഴും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിലോട്ട് മാത്രമായിട്ട് അത് എന്ത് ചെയ്യപ്പെടും? ആ ഒരു രീതിയിലോട്ട് അവർ ഫോക്കസ് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ ഇതാണ് എംപ്ലോയി സേഫ്റ്റിയുടെ ഒരു കാര്യം പറയുന്നത്. അപ്പൊ എംപ്ലോയി സേഫ്റ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, 2 പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. ഓക്കെ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് 2 ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് എംപ്ലോയി സേഫ്റ്റി എന്നതുമായിട്ട് ബന്ധപ്പെട്ട 2 ഡെഫിനിഷൻസ്. അപ്പൊ ഡെഫിനിഷൻസുകളൊക്കെ എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരാണ് ആ ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ 2 പേരുടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ആർ വെയിൻ മോണ്ടി, ദെൻ ജാന എം കെമ്പ്. ഇവരുടെ 2 പേരുടെയും ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് നോക്കാം. അക്കോർഡിംഗ് ടു ആർ വെയിൻ മോണ്ടി, എന്താണ് അദ്ദേഹം പറയുന്നത്? എംപ്ലോയി സേഫ്റ്റി ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് എംപ്ലോയീസ് ഫ്രം ഇഞ്ചുറീസ് കോസ്ഡ് ബൈ വർക്ക് റിലേറ്റഡ് ആക്സിഡന്റ്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് എംപ്ലോയി സേഫ്റ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് എംപ്ലോയീസ് ഫ്രം ഇഞ്ചുറീസ് കോസ്ഡ് ബൈ വർക്ക് റിലേറ്റഡ് ആക്സിഡന്റ്സ് അല്ലെ. ജോലി സംബന്ധമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പരിക്കുകളിൽ നിന്ന് എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് പറഞ്ഞത്? ആർ വെയിൻ മോണ്ടിയാണ് ഇങ്ങനൊരു ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചത്. അതായത് ജോലി സംബന്ധമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നുള്ള പരിക്കുകൾ അല്ലെ, ജോലി സംബന്ധമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നുണ്ടാകുന്ന പരിക്കുകളിൽ നിന്ന് എംപ്ലോയീസിനെ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അക്കോർഡിംഗ് ടു ജാന എം കെമ്പ്. ജാന എം കെമ്പ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? Safety is both physical and safety is present
when people are free from being bodily harmed. അതായത് സേഫ്റ്റി എന്ന് പറയുന്നത് തികച്ചും എന്താണ്, ഫിസിക്കൽ ആണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്, ശാരീരികമാണ് എന്നാണ് പറയുന്നത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് തികച്ചും എന്താണ്, അത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആളുകള് ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് അവര് ഫ്രീ ആവുമ്പോഴാണ് അവിടെ ഒരു സേഫ്റ്റി നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അതായത് ഇറ്റ് ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് എംപ്ലോയീസ് ഫ്രം സേഫ്റ്റി ഈസ് പ്രസന്റ് വെൻ പീപ്പിൾ ആർ ഫ്രീ ഫ്രം ബീങ് ബോഡ്ലി ഹാംഡ്. അതായത് ഈ പറയുന്ന ആളുകള് ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തി നേടുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ ആകുമ്പോഴാണ് അവിടെ എംപ്ലോയീസ് സേഫ്റ്റി നിലനിൽക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്, ജാന എം കെമ്പ ഡിഫൈൻ ചെയ്തു. രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ. ആർവെയിൻ മോർലി പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടാണ്, അതായത് ജോലി സംബന്ധമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നുണ്ടാകുന്ന പരിക്കുകളിൽ നിന്ന് എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയാം. ജാന എം കെമ്പ് പറഞ്ഞത് അത് ഫിസിക്കൽ ആണ്, ആളുകള് ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് ഈ പറയുന്ന എംപ്ലോയി സേഫ്റ്റി അവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ഡെഫിനേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി. എന്താണ് നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി? എംപ്ലോയി സേഫ്റ്റിയുടെ ആവശ്യകത എന്താണ്? ഓക്കെ, എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് എംപ്ലോയി സേഫ്റ്റിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ റീസൺ എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫോളോയിങ് ഫാക്ടേഴ്സ് കോഴ്സ് ദ ഓർഗനൈസേഷൻ ടു ഫോളോ എംപ്ലോയി സേഫ്റ്റി നോംസ്. എന്തൊക്കെയാണ്? അതിനകത്തൊരു 5 പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ടു സേവ് ദ ഹ്യൂമൻ ലൈഫ്സ് ഫ്രം ലോസസ്. അല്ലെ, മനുഷ്യ ജീവനുകള് നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അല്ലെ, ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ എംപ്ലോയി സേഫ്റ്റിക്ക് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള റീസൺ എന്താണ്? ടു സേവ് ദ ഹ്യൂമൻ ലൈഫ്സ് ഫ്രം ലോസസ്. അല്ലെ, മനുഷ്യ ജീവനുകള് നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് എന്താണ്? ടു ഗെറ്റ് ദ റിഡ് ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ്. അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ. കൂടുതൽ സാമൂഹിക ഉത്തരവാദിത്തമുള്ളതായിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്. ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? ടു ബി ഫ്രീ ഓഫ് ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഫെയിലിയർ. ഈ പറയുന്ന സുരക്ഷാ ലംഘനങ്ങൾ മൂലമുണ്ടാകുന്ന പിഴകള്, തടവ്, ഇതിൽ നിന്നുമൊക്കെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും എന്താണ് ഫ്രീ ആവാനായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഇത്രയുമാണ് അവിടെ 5 പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പോയിന്റും എന്താ നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ടു സേവ് ദ ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്. അല്ലെ, നോക്കാം. ഹ്യൂമൻ ലൈഫ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് around us and it is the duty of employers to save their employees from any sort of danger. അല്ലെ, നമുക്കറിയാം മനുഷ്യജീവൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സ്, തൊഴിലുടമകള് ഈ ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അത് ആർക്കാണ്? എംപ്ലോയേഴ്സിനാണ്. അല്ലെ, തൊഴിലുടമകൾക്കാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കാരണം മനുഷ്യജീവൻ അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തൊഴിൽ സംബന്ധമായിട്ട് അവർക്ക് ഒരിക്കലും ഒരു അപകടം ഉണ്ടാവാനായിട്ട് പാടില്ല. അല്ലെ, ഏത് തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അവരെ സേവ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? എംപ്ലോയർ, തൊഴിലുടമയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? ടു ഗെറ്റ് ദ റിഡ് ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ്. സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. As a result of disability or death of an employee, an organization has to bear both the direct and indirect cost. അല്ലെ, ഇപ്പൊ എന്തെങ്കിലും ഒരു എംപ്ലോയിക്ക് ആ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പരിക്കുകൾ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടായെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ ഒരു എംപ്ലോയി മരണപ്പെട്ടേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഓർഗനൈസേഷന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഈ പറയുന്ന ഈ ചെലവുകൾ അവർക്ക് വഹിക്കേണ്ടതായിട്ട് വരും. അല്ലെ, അവരുടെ സ്ഥാപനത്തിൽ വെച്ച് എംപ്ലോയിക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ റെസ്പോൺസിബിലിറ്റി ആ സ്ഥാപനത്തിൻ്റെതാണ്. അപ്പൊ ആ സ്ഥാപനത്തിന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് കൂടും. അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ അവർക്ക് വർദ്ധിക്കും. അപ്പൊ നോക്കുക, ഡയറക്റ്റ് കോസ്റ്റ് സച്ച് ആസ് ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ to the injured or the deceased family, and indirect costs such as interruption in work
and the cost incurred in employing and training new workers who would take place of the injured or deceased worker. അതായത് ഈ പറയുന്ന ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു വ്യക്തിക്ക് അസുഖം വന്നു അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക നഷ്ടപരിഹാരം പോലുള്ള ഡയറക്റ്റ് കോസ്റ്റുകൾ ഓർഗനൈസേഷന് വഹിക്കേണ്ടതായിട്ട് വരും അല്ലെ. മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്ത് കൊടുക്കണം? നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതൊരു ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റും വരും. ഇപ്പോ ഏതെങ്കിലും ജീവനക്കാർക്ക് അസുഖം വന്നു, പരിക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്തിരുന്ന ജോലികൾക്ക് അവിടെ തടസ്സം വരും. ജോലി തടസ്സം വരികയാണ്. അപ്പൊ ജോലി തടസ്സം വരുമ്പോ നമുക്ക് ആ ഒരു വേക്കൻസിയിലോട്ട് പുതിയൊരു വ്യക്തിയെ നമുക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റുകളും അവിടെ സ്ഥാപനം വഹിക്കേണ്ടതായിട്ട് വരും. കാര്യം ആ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ അവിടെ ജോലി തടസ്സപ്പെടും. അപ്പൊ ആ ഒരു പൊസിഷനിലേക്ക് മറ്റൊരാളെ നമുക്ക് എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യുമ്പോഴും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടും ധാരാളം കോസ്റ്റുകൾ വരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് നല്ലൊരു എംപ്ലോയി സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കോസ്റ്റുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ. അതായത് കുറേയും കൂടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തം ഉള്ളതായിട്ട് നിലനിർത്താനായിട്ട് അത് സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് എവരി എംപ്ലോയി ഇസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. The most important social responsibility of an organization is to keep their employees healthy and safe and avoid occurrence of any type of mishaps on their part. അതായത് ഓരോ എംപ്ലോയി എന്ന് പറയുന്നതും അദ്ദേഹം സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ജീവനക്കാരെ ഏറ്റവും ആരോഗ്യത്തോടെയും സുരക്ഷിതമായിട്ടും നിലനിർത്തുക എന്നുള്ളതാണ്. അതുപോലെ അവരുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്ന അപകടങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാപനം സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അവരുടെ എംപ്ലോയീസിനെ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംവിധാനം, അങ്ങനെയുള്ള ഒരു തൊഴിലന്തരീക്ഷമായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്ന അപകടങ്ങളെയും അതുപോലെ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ. നാലാമത്തെ പോയിന്റ് ഇതാണ് ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്. ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാനായിട്ട് അല്ലെങ്കിൽ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈ പറയുന്ന അസുഖമോ പരിക്കോ മൂലം ഉണ്ടാവുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ഈ പറയുന്ന പോലെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോ അവിടുത്തെ എംപ്ലോയീസിന് എന്തെങ്കിലും പരിക്ക് പറ്റി, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ആ ഇൻഷുറൻസ് തുക കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം മാനേജ്മെന്റിന് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അസുഖമോ പരിക്കോ മൂലം ഉണ്ടാവുന്ന ഇൻഷുറൻസ് ക്ലെയിമുകൾ പരമാവധി കുറയ്ക്കാൻ പറ്റും. അതായത് എംപ്ലോയി എത്രത്തോളം സേഫ് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം അപകടങ്ങൾ അവിടെ കുറവായിരിക്കും. അപ്പൊ അപകടങ്ങൾ കുറവാകുമ്പോൾ തന്നെ എന്ത് കുറയും? ഈ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിമുകൾ കുറയും. അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിമുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്മെന്റിന് നല്ലൊരു ബെനിഫിറ്റ് ആണ് അല്ലെ. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന എംപ്ലോയീസിനെ അപകടങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. An organization finalizes the insurance premium of its employees based on the insurance claims it makes for death or injury to the employees. Hence, it strives to keep itself and its employees away from the mishaps. അതുകൊണ്ട് ഈ പറയുന്ന അപകടങ്ങളിൽ നിന്നും എംപ്ലോയീസിനെ മാറ്റി നിർത്തേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ കാര്യം എന്താണ്? ടു ബി ഫ്രീ ഓഫ് ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഫെയിലിയർ. അതായത് സുരക്ഷാ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പിഴ, തടവ് ശിക്ഷ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നു അക്കോർഡിംഗ് ടു ഫാക്ടറീസ് ആക്ട് 1948, an employer that does not maintain sufficient safety measures resulting in serious industrial mishaps may have to pay a fine or may be imprisoned or both depending on the seriousness of the mishap. അതായത് ഇവിടെ നമ്മൾ പറയുന്ന ആക്ട് ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ 1948 ഫാക്ടറീസ് ആക്ട് അനുസരിച്ച് ഒരു എംപ്ലോയർ, തൊഴിലുടമകള് അല്ലെങ്കിൽ മാനേജ്മെന്റ് അവര് വേണ്ടത്ര സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
എന്ത് സംഭവിക്കും? അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകും. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് അതുമൂലം ഒന്നുകിൽ അവർക്ക് പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുമല്ലെങ്കിൽ അവർ വന്നിട്ടുള്ള അപകടത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് ഒരു പക്ഷെ രണ്ടും കൂടെ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതെപ്പോഴും കണക്കിലെടുക്കേണ്ടതുണ്ട്. If an industrial mishap is informed and the concerned authorities such as Chief Inspector of Factories finds out through primary investigation that there were lapses in the safety measures, he can delegate orders and get the management prosecuted for severe carelessness. ഇനി എപ്പോഴെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ മിസ്ഹാപ്പ് അപകടങ്ങള് ഇൻഫോം ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ചീഫ് ഇൻസ്പെക്ടർ പോലെയുള്ള ആ ഒരു കൺസേൺഡ് അതോറിറ്റി അവര് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിലൂടെ അവിടെ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാല് ഈ പറയുന്ന മാനേജ്മെന്റിനെ കടുത്ത അശ്രദ്ധയ്ക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാവുന്നതാണ് എന്ന് ഈ പറയുന്ന ആക്ടില് വരുന്നുണ്ട് കേട്ടോ. ഈ ഫാക്ടറീസ് ആക്ടിനകത്താണത് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഏതെങ്കിലും തരത്തിലൊരു ഇൻഡസ്ട്രിയൽ മിസ്ഹാപ്പ് ഇൻഫോം ചെയ്യപ്പെട്ടു, അറിയിച്ചു, അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ ഫാക്ടറിയുടെ ചീഫ് ഇൻസ്പെക്ടർ അദ്ദേഹം അത് അന്വേഷിക്കും അല്ലെ. അദ്ദേഹം ഒരു കൺസേൺ അതോറിറ്റി ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിലൂടെ അവിടെ സുരക്ഷാ ലംഘനങ്ങൾ ഉണ്ടായി എന്ന് കണ്ടെത്തി കഴിഞ്ഞാല് മാനേജ്മെന്റിനെതിരെ വളരെ സിവിയർ കെയർലെസ്നെസ് അല്ലെ, അശ്രദ്ധയുടെ പേരില് മാനേജ്മെന്റിനെ വളരെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റിന്റെ ആവശ്യകതയായിട്ട് പറയുന്നത്. ഒന്ന്, ടു സേവ് ദ ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്. രണ്ട്, ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഫിനാൻഷ്യൽ കോസ്റ്റ്. മൂന്ന്, ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ. നാല്, ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്. ഫിഫ്ത് വൺ, ടു ബി ഫ്രീ ഓഫ് ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഫ്രീഡം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. 5 പോയിന്റുകളും ഒന്ന് വായിക്കാം. വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ അത്രയും കാര്യങ്ങള്? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ ദ എംപ്ലോയി സേഫ്റ്റി. നമ്മൾ എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് പഠിച്ചു അല്ലെ. അതുപോലെ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളാണ് പഠിക്കാനുള്ളത്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. അതായത് സെക്ഷൻ 21 തുടങ്ങി സെക്ഷൻ 41 വരെ ഉണ്ട് കേട്ടോ. 41 വരെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ നിയമവ്യവസ്ഥകളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, 1948 ഫാക്ടറീസ് ആക്ട് എല്ലാത്തിനും സെയിം ആണ്. ഓക്കെ, ആക്ട് എല്ലാത്തിനും സെയിം ആണ്, സെക്ഷൻസ് ആണ് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, 1948 ഫാക്ടറീസ് ആക്ടിലെ സെക്ഷൻ ഇന്നത് അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്കത് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ ദ എംപ്ലോയി സേഫ്റ്റി. Following are the safety provisions under the Factories Act 1948. ഒന്നാമത്തത്
ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് സെക്ഷൻ 21 ആണ് കേട്ടോ. സെക്ഷൻ 21 ആണ്. 20 വരെ ഏതായിരുന്നു? സെക്ഷൻ 11 തൊട്ട് 20 വരെ ഏതായിരുന്നു? എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അല്ലെ. എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് എവിടെ തൊട്ട് എവിടെ വരെയായിരുന്നു? സെക്ഷൻ 11 തൊട്ട് സെക്ഷൻ 20 വരെയായിരുന്നു. ഇനി സെക്ഷൻ 21 തൊട്ട് സെക്ഷൻ 41 വരെ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. സെക്ഷൻ 21 എന്താണ്? ഫെൻസിങ് ഓഫ് മെഷീനറി. എന്താണ് ഫെൻസിങ് ഓഫ് മെഷീനറി? ഫെൻസ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? വേലി കെട്ടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. ഇവിടെ മെഷീനറീസിന് വേലി കെട്ടുക അല്ലെങ്കിൽ മെഷീനറീസിന് ഫെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊവൈഡിങ് പ്രൊവൈഡിങ് എന്താണ്? ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ഫോർ ദ മെഷീനറീസ്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറയുന്ന മെഷീനറീസിന് നമ്മൾ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. സംരക്ഷണ കവചം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഇവിടെ ഫെൻസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ഫെൻസിങ് ഓഫ് മെഷീനറി. അപ്പൊ മെഷീനറീസിന് ഫെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് പ്രൊവൈഡിങ് പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ഫോർ ദ മെഷീനറീസ് കേട്ടോ. മെഷീനറീസിന് പ്രൊട്ടക്റ്റീവ് ബാരിയറുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് വായിക്കാം. For each movable part of a prime mover and each flywheel linked to a prime mover, for the head race and tail race for each water wheel, and in case if required, each part of electric generator, rotator, converter or motor, each part of transmission machinery, and any other dangerous machine or its parts, there should be fence securing it. The state government has the power to set up regulations for this. അപ്പൊ അതിനുള്ളിലുള്ള കണ്ടന്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അതിനെടുത്ത് ചോദിക്കൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ മെഷീനറീസിന് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. പ്രത്യേകിച്ച് മൂവബിൾ പാർട്സ് ഓഫ് എ മെഷീനറി. ഈ മെഷീനറിയുടെ മൂവിംഗ് പാർട്സ്. അപ്പൊ മൂവിംഗ് പാർട്സ് എന്ന് പറയുമ്പോൾ പ്രൈം മൂവേഴ്സ്, അതുപോലെ ഫ്ലൈ വീല്, വാട്ടർ വീല്, ഇങ്ങനെയുള്ള മൂവബിൾ പാർട്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. ഇലക്ട്രിക് മെഷീനറീസ് ഉണ്ട്. ഈ ജനറേറ്റർ, റൊട്ടേറ്റർ, അതുപോലെ തന്നെ മോട്ടോർ, പിന്നെ ഈ പറയുന്ന പോലെ ട്രാൻസ്മിഷൻ മെഷീനറീസ്. ട്രാൻസ്മിഷൻ മെഷീനറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള മെഷീനറീസ്, ലൈക്ക് ഈ പറയുന്ന ജനറേറ്റർ, മോട്ടോർ ഒക്കെയാണ്. ഇപ്പൊ ജനറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും അവിടെ ഒരു മെക്കാനിക്കൽ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് അല്ലെ. അതുപോലെ ഇപ്പൊ മോട്ടോർ ആണെങ്കിൽ അങ്ങനെയാണ് അല്ലെ. മെക്കാനിക്കൽ എനർജിനെ നമ്മൾ എന്താണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ മാറ്റുകയാണ്. ഇലക്ട്രിക്കൽ അല്ല, ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന എനർജിയൊക്കെ തമ്മിൽ പരസ്പരം നമ്മൾ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുകള് അല്ലെ. ഇങ്ങനെയുള്ള മെഷീനറീസിന്റെ ഒക്കെ മൂവബിൾ പാർട്സ് കേട്ടോ, അതിന്റെ ചലിക്കുന്ന ഭാഗങ്ങള്, മൂവബിൾ പാർട്സിനെയൊക്കെ എന്ത് ചെയ്തിരിക്കണം? പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യണം, ഇത്തരം മൂവബിൾ പാർട്സിന് ചെയ്യണം എന്ന് പറയാൻ റീസൺ എന്താണ്? ടു പ്രിവെന്റ് ദ ആക്സിഡന്റ് ഓർ ഇഞ്ചുറി അല്ലെ. ഈ പറയുന്ന ആക്സിഡന്റ്സ്, ഇഞ്ചുറീസ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് ഫ്രം ദ ഹസാർഡസ് പാർട്സ് ഓഫ് ദ മെഷീനറീസ്. ഇങ്ങനെയുള്ള മെഷീനറിയുടെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ അതിന്റെ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രി ആണ്, അവിടെ ധാരാളം മെഷീനറീസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മെഷീനറികളുടെ മൂവിംഗ് പാർട്സുകളൊക്കെ മൂലം വർക്കേഴ്സിന് ഒരിക്കലും ഒരു അപകടം വരാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ടു പ്രിവെന്റ് ദ ആക്സിഡന്റ് ഓർ ഇഞ്ചുറി ആൻഡ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് ഫ്രം ദ ഹസാർഡസ് പാർട്സ് ഓഫ് ദിസ് മെഷീനറീസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മൂവബിൾ പാർട്സിൽ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയി ഹെൽത്ത് പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ദ പവർ ടു സെറ്റ് അപ്പ് റെഗുലേഷൻസ് ഫോർ ദിസ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസുകള് അത് മുന്നോട്ട് വെക്കാനുള്ള ആ ഒരു പവർ, ആ ഒരു റൈറ്റ് ആർക്കാണുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അതിപ്പോ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എംപ്ലോയീസ് ഹെൽത്ത് ആയിക്കോട്ടെ, എംപ്ലോയി സേഫ്റ്റി ആയിക്കോട്ടെ, ഫാക്ടറീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ നിയമവ്യവസ്ഥകൾക്കും അതിനാവശ്യമായിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസുകള് അതൊക്കെ കൊടുക്കാനുള്ള ഒരു മീൻസ് ആ ഒരു പവർ, റൈറ്റ് എന്ന് പറയുമ്പോൾ ആർക്ക് തന്നെയാണ്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ?
സെക്ഷൻ 21 മനസ്സിലായോ? അപ്പൊ സെക്ഷൻ 21 ദാറ്റ് ഈസ് റിലേറ്റഡ് ടു fencing of machinery. Fencing of machinery means providing the protective barriers to the movable parts of the machinery. Like ഈ പറയുന്ന prime movers, flywheels or water wheels, അതുപോലെ electrical equipments like generator, motor, അതുപോലെ transmission machineries, in order to prevent the accident or injury and to protect the workers from the hazardous parts of the machinery. Okay. പിന്നെ അതിനുള്ള ഒരു റൈറ്റ് ആർക്കാണുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? സെക്ഷൻ 21 ക്ലിയർ ആണോ? ഫെൻസിങ് ഓഫ് മെഷീനറി. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, എന്താണ് പറയുന്നത്? എന്തിനാ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ആ സെക്ഷൻ എന്താണ്, ആ സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അത് 2-3 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടും കേട്ടോ. അടുത്തത് കേട്ടോ സെക്ഷൻ 22 ആണ് കേട്ടോ. 22ാമത്തെ സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. എന്താണ്? വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. അതായത് നമ്മൾ ഈ പറയുന്ന ചലിക്കുന്ന മൂവിംഗ് ആയിട്ടുള്ള മെഷീനറീസ്, ചലിക്കുന്ന യന്ത്രങ്ങള്, മെഷീനറീസ്, അതിനടുത്തുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളാണ് സെക്ഷൻ 22വിനകത്ത് പറയുന്നത്. സെക്ഷൻ 21ൽ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളാണ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 22വിൽ നമ്മൾ പറയുന്നത് ഇത്തരം ചലിക്കുന്ന യന്ത്രങ്ങള് അല്ലെങ്കിൽ മെഷീനറീസിന്റെ സമീപത്തുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളാണ്. അതിന്റെ സമീപത്തുള്ള ജോലികള്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ, അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 22വിനകത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ നോക്കി? ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഇൻസ്പെക്ട് എനി പാർട്ട് ഓഫ് മൂവിംഗ് മെഷീനറി, ദ ഇൻസ്പെക്ഷൻ ക്യാൻ ബി ഡൺ ഓൺലി ബൈ എൻ എക്സ്പെർട്ട് വർക്കർ വിയറിംഗ് ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ്. അതായത് ഇപ്പോ നമുക്ക് ഇങ്ങനെയുള്ള മൂവിംഗ് മെഷീനറീസിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ധരിച്ചുകൊണ്ട്, അതായത് ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ മെഷീന്റെ ഉള്ളിലേക്കൊക്കെ കയറി പോവാനോ കുടുങ്ങി പോവാനോ കൊളുത്തി പിടിക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സുകൾ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അത് പരിശോധിക്കാനുള്ള അനുവാദം കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 22. ക്ലിയർ ആയോ? അതായത് ഇങ്ങനെയുള്ള മൂവിംഗ് മെഷീനറീസിനെ എന്താണ്, ഏതെങ്കിലും പാർട്ടുകള്, ഏതെങ്കിലും മൂവിംഗ് മെഷീനറീസിന്റെ ഏതെങ്കിലും ഭാഗങ്ങള് ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വന്നാൽ, പരിശോധിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സുകൾ ധരിച്ചുകൊണ്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള, അതില് ഏറ്റവും ട്രെയിനഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് പരിശോധിക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് മാത്രമല്ല, he is not permitted to touch the belt of a moving pulley if it is more than 6 inches wide and the belt joint is either laced or flush with the belt. Okay, അവിടെ പറയുന്ന കാര്യം ഇതാണ്. നമ്മള് ഇങ്ങനെയുള്ള മൂവിങ്, ഈ പറയുന്ന ബെൽറ്റുകളൊക്കെ ഉണ്ടല്ലോ, മൂവിങ് മെഷീനറീസുകളുടെ ഒക്കെ ബെൽറ്റുകള്, ഇത്തരം ബെൽറ്റുകള് ഒരു കാരണവശാൽ ഈ ബെൽറ്റിന്റെ വീതി എന്ന് പറയുന്നത് 6 ഇഞ്ചിൽ കൂടുതലാണെന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന മെഷീനറികളുടെ ഒക്കെ ബെൽറ്റുകൾ ഉണ്ടാവും. ഈ ബെൽറ്റിന്റെ വീതി എന്ന് പറയുന്നത് 6 ഇഞ്ചിൽ കൂടുതലാണ്. 6 ഇഞ്ച് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 6 ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ ഇത്തരം ബെൽറ്റുകള് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വർക്കർ അതുമായി ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. കാര്യം അപകടം സംഭവിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം ബെൽറ്റുകളുടെ വീതി എന്ന് പറയുന്നത് 6 ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും വർക്കേഴ്സ് അതിനെ ടച്ച് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് മാത്രമല്ല, ബെൽറ്റ് ജോയിന്റ് ഈസ് ഐദർ ലേസ്ഡ് ഓർ ഫ്ലഷ് വിത്ത് ദ ബെൽറ്റ്. ഫ്ലഷ് വിത്ത് ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? സ്മൂത്ത് ആണെങ്കിൽ, സ്മൂത്ത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതുപോലെ ബെൽറ്റ് ജോയിന്റുകൾ ചിലപ്പോൾ ഒറ്റ ബെൽറ്റ് ആയിരിക്കില്ല. അതായത് ഒരു ബെൽറ്റ് 2-3 ബെൽറ്റുകൾ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്തിട്ടായിരിക്കും ഒറ്റ ബെൽറ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടാവാം. അപ്പോ ഈ ബെൽറ്റുകളുടെ ജോയിന്റുകൾ ഉണ്ടല്ലോ, ഈ ബെൽറ്റ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഐദർ ലേസ്ഡ് ഓർ ഫ്ലഷ് വിത്ത് ബെൽറ്റ്. അതായത് ലേസ്ഡ് ആണെങ്കിൽ നമ്മൾ ഫൈബേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഈ ബെൽറ്റ് ജോയിന്റുകൾ നമ്മൾ
ഈ പറയുന്ന പോലെ എന്താണ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ബെൽറ്റുകൾ വളരെ സ്മൂത്ത് ആണെങ്കിൽ ഇങ്ങനെയുള്ള ബെൽറ്റുകൾ മോഷൻ സമയത്ത്, മൂവ് ചെയ്യുന്ന സമയത്ത് വർക്കേഴ്സ് അതിലൊരിക്കലും ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. കാര്യം അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ചിൽഡ്രൻ ആൻഡ് വിമൻ ആർ നോട്ട് പെർമിറ്റഡ് ടു ലൂബ്രിക്കേറ്റ്, ക്ലീൻ ഓർ അഡ്ജസ്റ്റ് എനി പാർട്ട് ഓഫ് എ മൂവിംഗ് ട്രാൻസ്മിഷൻ മെഷീനറി ഓർ പ്രൈം മൂവർ. അപ്പൊ ഇത്തരത്തിലുള്ള മെഷീനറീസുകള് അല്ലെങ്കിൽ പ്രൈം മൂവേഴ്സ് അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും എണ്ണ പറ്റാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ ഏതെങ്കിലും ഭാഗങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒരു കാരണവശാലും സ്ത്രീകളെയും കുട്ടികളെയും അനുവദിക്കുന്നതല്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത്തരം മൂവിംഗ് മെഷീനറീസിന്റെ സമീപത്ത് ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, അല്ലെ? അവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള മൂവിംഗ് മെഷീനറീസിന്റെ ഏതെങ്കിലും ഭാഗങ്ങള് ഇൻസ്പെക്ട് ചെയ്യേണ്ടി വന്നാല്, പരിശോധിക്കേണ്ടി വരുന്ന സമയത്ത് അത് ഏറ്റവും ട്രെയിനഡ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകള്, അതും ഒരു ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സുകൾ ധരിച്ചുകൊണ്ട് മാത്രമേ അത് പരിശോധിക്കാനായിട്ട് അനുവദിക്കുള്ളൂ. അത് മാത്രമല്ല, ഒരിക്കലും ഇത്തരം ബെൽറ്റുകളുടെ വീതി എന്ന് പറയുന്നത് 6 ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വർക്കേഴ്സ് അതിനെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ബെൽറ്റ് ജോയിന്റുകൾ പരസ്പരം ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബെൽറ്റ് ജോയിന്റുകൾ ആണെങ്കിലും അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വർക്കേഴ്സ് അതിനെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഇത്തരം എന്താ പറയാ പാർട്ടുകൾ എന്തെങ്കിലും ലൂബ്രിക്കേറ്റ് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒരു കാരണവശാലും സ്ത്രീകളെയോ കുട്ടികളെയോ അനുവദിക്കാനും പാടില്ല. എന്ന് ഏത് വ്യവസ്ഥയിലാണ്, ഏത് ഇതിലാണ് പറയുന്നത്? സെക്ഷൻ 22 എന്താണ്? ഇപ്പൊ വിമൻസ് ജോബ് ചെയ്യുന്നതാ, വിമൻസ് ഇപ്പൊ ജോബ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിമൻസ് ജോലി ചെയ്യാത്ത ഏരിയകളില്ലല്ലോ, എല്ലായിടത്തും ഉണ്ട്, അല്ലെ? പക്ഷെ നമ്മൾ പറയുന്നത് ആ ഒരു ഫീൽഡിൽ മൊത്തത്തിൽ ജോലി ചെയ്യരുതെന്നല്ല പറയണേ. ചില കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ബെൽറ്റുകൾ 6 ഇഞ്ച് വീതി കൂടുതലാണെങ്കിൽ, മൂവിംഗ് പാർട്സുകളൊക്കെ, മിഷനറിന്റെ മൂവിംഗ് പാർട്ടുകളുടെ ചില അപകടകരമായിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഏരിയകളിൽ ഒരിക്കലും വർക്ക് ചെയ്യാനായിട്ട് സ്ത്രീകളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ ഒരിക്കലും അനുവദിക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അല്ലാതെ ആ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യരുതെന്നല്ല, ഇങ്ങനെയുള്ള മെഷീനറികളിലെ ചില ഭാഗങ്ങളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസുകളൊക്കെ കൈകാര്യം ചെയ്ത് ചില ഏരിയകളിലൊക്കെ ഒരിക്കലും ഒരു കാരണവശാലും സ്ത്രീകളെ കുട്ടികളെ ഒന്നും വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? സെക്ഷൻ 22 ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നെക്സ്റ്റ് വരുന്ന സെക്ഷൻ ഇതാണ്, സെക്ഷൻ 23. സെക്ഷൻ 23 എന്താണ് പറയുന്നത്? എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീനറി. അതായത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള മെഷീനറീസുകളില് ഈ യുവാക്കൾ ജോലി ചെയ്യുന്നത് എന്താണ്? ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥയാണ് സെക്ഷൻ 23 അകത്ത് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അപകടകരമായിട്ടുള്ള യന്ത്രങ്ങളിലൊക്കെ എന്താണ്, അത്തരം മെഷീനറികളിലൊക്കെ യുവാക്കൾ ജോലി എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 23 അകത്ത് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, നോക്കുക. എ യങ് പേഴ്സൺ ഈസ് നോട്ട് പെർമിറ്റഡ് ടു വർക്ക് ഓൺ എ മെഷീൻ ദാറ്റ് ഈസ് ഡേഞ്ചറസ് until he is properly guided regarding the dangers of the machine and the preventive measures that need to be taken. അതായത് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് മെഷീൻസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു ഗൈഡൻസ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകള്, അതായത് പ്രതിരോധ നടപടികളൊക്കെ അവർക്ക് ലഭിക്കുന്നത് വരെ ഒരു കാരണവശാലും ഇത്തരം മെഷീനറികളിൽ വർക്ക് ചെയ്യാനായിട്ട് യങ് പേഴ്സൺസിനെ, യുവാക്കളെ അനുവദിക്കുന്നില്ല എന്നാണ് സെക്ഷൻ 23 പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഡേഞ്ചറസ് മെഷീനറികൾ അത് ഉപയോഗിക്കാനായിട്ട് അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കണം. കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ലഭിക്കുന്നത് വരെ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു പ്രതിരോധ നടപടികൾ എടുക്കുന്നത് വരെ ഒരു കാരണവശാലും എന്താണ് ഈ പറയുന്ന യുവാക്കളെ, യങ് ആയിട്ടുള്ള ആളുകളെ ഇത്തരം മെഷീനറികളിൽ വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 23. ഓക്കെ, അത് മാത്രമല്ല, further he should be adequately trained to work on the machine or should be placed under supervision of an experienced adult before independently handling the machine. അപ്പോ അവർക്ക് അത്തരം മെഷീനിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല പറയുന്നത്, അതിനുള്ള ഗൈഡൻസ് അവർക്ക് കിട്ടണം, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടണം. അതുപോലെ അതിന് വേണ്ട എല്ലാ പ്രതിരോധ നടപടികളും എടുക്കുന്നത് വരെ മാത്രം അവർക്ക് അതിൽ തൊടാനോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കാനോ അവരെ അനുവദിക്കുന്നില്ല. അപ്പൊ അവർക്ക് വളരെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള മെഷീൻസുകൾ പ്രവർത്തിക്കണമെങ്കിൽ
ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും അവർക്ക് എന്ത് ലഭിച്ചിരിക്കണം, അവർക്ക് പരിശീലനം ലഭിച്ചിരിക്കണം അല്ലെ. അതിന് വേണ്ട ആ ഒരു ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടൊരു ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ അത്തരം മെഷീനറീസുകൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുള്ളൂ, അനുവാദം കൊടുക്കുന്നു. ഓക്കെ. പിന്നെയോ, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ഡിഫറൻഷിയേറ്റ് സച്ച് മെഷീൻസ് ഓൺ വിച്ച് യങ്സ്റ്റേഴ്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു വർക്ക്. അപ്പോ ഈ യങ്സ്റ്റേഴ്സിന് വർക്ക് ചെയ്യാനായിട്ട് അല്ലെ, വർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഇത്തരം മെഷീൻസുകളുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മുന്നോട്ട് വെക്കാൻ, അത്തരം മെഷീനറീസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുകളും മുന്നോട്ട് വെക്കാനുള്ള ഒരു റൈറ്റ് അത് ആർക്കാണുള്ളത്, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഓക്കെ. അതായത് ഇങ്ങനെയുള്ള മെഷീനറീസുകളില് ഏതൊക്കെ മെഷീനറീസുകൾ അങ്ങനെ വർക്ക് ചെയ്യാൻ അവർ പാടില്ല, അത്തരം മെഷീനറീസ് ഏതൊക്കെയാണ്, ഇനി അങ്ങനെയുള്ളത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ ആർക്ക് മുന്നോട്ട് വെക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അതിനുള്ളൊരു റൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലാക്കുക. സെക്ഷൻ 23 എന്ന് പറയുന്നത് ഡേഞ്ചറസ് മെഷീൻസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേഞ്ചറസ് മെഷീനുകളില് യുവാക്കൾ വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 23 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 3 സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന് സെക്ഷൻ 21 ഫെൻസിംഗ് ഓഫ് മെഷീനറി ആണ്. സെക്ഷൻ 22 വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. ദെൻ സെക്ഷൻ 23 പറയുന്നത് എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ദ ഡേഞ്ചറസ് മെഷീനറി. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും സെക്ഷൻസ് ഓക്കെ ആണോ? പിന്നെ നമ്മൾ പഠിച്ചത് എംപ്ലോയി ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, എന്താണ് എംപ്ലോയി സേഫ്റ്റി അല്ലെ, സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട 2 ഡെഫിനിഷൻസ്. പിന്നെ വാട്ട് ഈസ് ദ നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി, എംപ്ലോയി സേഫ്റ്റിയുടെ ആവശ്യകത, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ദെൻ നമുക്ക് ഇനി പഠിക്കാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ എംപ്ലോയി സേഫ്റ്റി. അപ്പൊ 3 സെക്ഷൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോരോ സെക്ഷൻസ് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ മനസ്സിലാവും ഏത് രീതിയിലാണെന്നുള്ളത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.